ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കെ സ്മാർട്ട് വഴി എങ്ങനെയാണ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ ഫീസ് റീഫണ്ട് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ അയക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ വീഡിയോ കാണുന്നവർ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 10/4/2023 മുതൽ പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് എന്നിവ വർദ്ധിപ്പിക്കുകയും പിന്നീട് മറ്റൊരു സർക്കാർ ഉത്തരവ് പ്രകാരം 1/8/2024 മുതൽ പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് എന്നിവയിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. ഈ കാലയളവിനുള്ളിൽ പെർമിറ്റ് ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് എന്നിവ അടവാക്കിയവർക്ക് അധികമായി അടവാക്കിയ തുക റീഫണ്ട് ചെയ്യുന്നതിനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇതിൽ നമ്മൾ കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. കെ സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നേ. അപ്പോൾ നമ്മൾ കെ സ്മാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കെ സ്മാർട്ടിൽ ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള മൊബൈൽ നമ്പർ ആണ്. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ താഴെ കാണുന്ന സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നുണ്ടാവും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ശേഷം നമ്മൾ താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബിൽഡിംഗ് പെർമിറ്റ് റീഫണ്ടിന് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നില്ല, അത് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും താഴെയായിട്ട് അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ ടൗൺ പ്ലാനിംഗ് ഓർ റെഗുലേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന്റെ സെന്ററിലുള്ള പ്ലസ് ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് ബിൽഡിംഗ് പെർമിറ്റ് ഫീ റീഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മളോട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റ് നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് ആണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ലോക്കൽ ബോഡിയുടെ നെയിമും കൂടെ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്ലൈഡ് ഫോർ അതേഴ്സ്, ജോയിന്റ് ആപ്ലിക്കേഷൻ. നമ്മൾ നമ്മുടെ ലോഗിനിൽ നിന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്ലൈഡ് ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ, അവിടുത്തെ റേഡിയോ ബട്ടണിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആപ്ലിക്കേഷൻ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് വേണം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഒന്നിലധികം പേര് ചേർന്നിട്ട് ആപ്ലിക്കേഷൻ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജോയിന്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. അതല്ല, ഇനി നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് ആപ്ലിക്കേഷൻ അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ ലോഗിനിൽ നിന്നും ഫെച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ മിസ്സായിട്ടുള്ളത് അത് മാത്രം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ എങ്കിൽ നമ്മളിവിടെ സൈഡിൽ കാണുന്ന ബോക്സിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ജനറൽ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ജെൻഡർ ഇവിടുന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കാറ്റഗറി ഇവിടുന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി പെർമിറ്റ് ഫീസ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ അക്കൗണ്ട് ടൈപ്പ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണേ. ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്ക് ബാങ്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് നമ്മുടെ അക്കൗണ്ട് ID, ബാങ്ക്, ബ്രാഞ്ച്, അതുപോലെ തന്നെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം കേട്ടോ. നമ്മൾ ഇത്ര രൂപ പെർമിറ്റ് അടച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ ഭാഗമാണ്. നമുക്ക് 4 മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ആണ് ഇവിടെ വേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആണ്, അല്ലെങ്കിൽ അഫിഡവിറ്റ്. നമ്മൾ ഫീസ് അടച്ചതിനുള്ളൊരു തെളിവാണ് റെസിപ്റ്റ് അല്ലെങ്കിൽ അഫിഡവിറ്റ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത ഡോക്യുമെന്റ് പെർമിറ്റ് ഓർ കംപ്ലീഷൻ ഓർഡർ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പെർമിറ്റോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അടുത്തായിട്ട് നമ്മുടെ ബാങ്ക് പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. നിങ്ങൾ ഇവിടെ അറ്റാച്ച്മെന്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നാലാമത്തേതായിട്ട് പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ, കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്. അതും നമ്മളിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്യൂ ഡേറ്റും വാലിഡിറ്റി ഡേറ്റും മാൻഡേറ്ററി അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. നമ്മൾ ഫീസ് അടച്ചതായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നമ്മൾ ഈ താഴെ കാണുന്ന പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി ഡിക്ലറേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഇത് വായിച്ച് നോക്കിയിട്ട് എഗ്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് OTP വെരിഫിക്കേഷൻ ആണ്. അതിനായിട്ട് നമ്മൾ സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ടാവും. OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കേട്ടോ. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ OTP ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ലഭിക്കുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൺസേൺ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ ലോഗിനിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമാവുന്ന വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.